മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനെ ഒരുപാട് നീർക്കിഴികളും തലയിൽ ഒരുപാട് എണ്ണകളും എല്ലാം ഇട്ടിട്ട് വൈദ്യരെ എണ്ണപ്പാത്തിയിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് കേട്ടോ. അതേസമയം കണ്ണനോട് ചോദിക്കണേടാ, കണ്ണ തനിക്ക് എന്തെങ്കിലും തണുപ്പ് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കണം. എനിക്ക് ശരീരത്തിൽ തലയ്ക്ക് ഭയങ്കര തണുപ്പ് തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. തൻ്റെ തലയിലെ തണുപ്പ് കാലുകളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരണം, അപ്പോഴേ സ്പർശനം അറിയുള്ളൂ. ഞാനിപ്പോൾ കാലിലെ തൊടുമ്പോൾ തനിക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടോ ചോദിക്കില്ല, ഒന്നും അറിയുന്നില്ല എന്നിങ്ങനെ പറയണം. തൻ്റെ കാൽവിരൽ ഒന്ന് അനക്കാൻ പറ്റുമോ, താൻ ഒരുപാട് പ്രതീക്ഷയോടെ ഇരിക്കുക എന്ന് പറയണം. അതേസമയം കൂടെയുള്ളവരോട് പറയണം, ഞാൻ എത്ര മണിക്കൂർ ഇവിടെ കിടത്തണമെന്നുള്ളത് അറിയുമല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം കുളിപ്പിക്കണം കേട്ടോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേപോലെ തന്നെ കണ്ണനോട് പറയുന്നുണ്ട്, തൻ്റെ ഫൈനാൻസിൽ ഇപ്പോൾ ഒരാളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകും തൻ്റെ മഹാലക്ഷ്മി. എടോ, ഒരുപാട് പേര് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം കേൾക്കാതിരിക്കില്ല. ഞങ്ങളെല്ലാവരും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ താനും ഇത്തിരി കണ്ണടച്ച് ഇവിടെ കിടന്നിട്ട് പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും ശരിയാവും, നമുക്ക് ശുഭപ്രതീക്ഷ വെക്കടോ എന്നിങ്ങനെ വൈദ്യര് കണ്ണനോട് പറയണം കേട്ടോ. കണ്ണനൊരു ചിരിയാണ് ചിരിക്കുന്നത്. അതിനുശേഷം ആ കള്ളന്മാർ വന്നിട്ട് കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്ന ശക്തി വന്നിട്ട് ജനലിൽ കൂടെ നോക്കുകയാണ് കേട്ടോ. വൈദ്യനിങ്ങനെ കണ്ണൻ്റെ കൈ പിടിച്ച് തിരുമ്പണതും കാല് തിരുമ്പണതും എല്ലാം ഇങ്ങനെ നോക്കി കുറേ നേരം നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം ശക്തി പോവുകയാണ്, ഒരു മുഖമൊക്കെ ഒരു തരത്തിലിങ്ങനെ ആക്കിയിട്ട് ശക്തി പോവുകയാണ് കേട്ടോ. പിന്നെ ഡോക്ടർ പറയാണ്, എന്തായാലും താൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് അകത്തേക്ക് വായോ, ഞാൻ അപ്പോഴേക്കും ഒന്ന് റെഡിയായിട്ട് വരാം, താൻ അതുവരെ പ്രാർത്ഥിച്ച് കിടക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് പോവുകയാണ്. ഡോക്ടർ പുറത്ത് പോകുമ്പോൾ അനന്തും അവിടെ കാത്തു നിൽക്കണ്ടാവും കേട്ടോ. ഓ, താനിവിടെ നിൽക്കണുണ്ടോ, എന്താ ഈ ഡോക്ടറെ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. ഞാനിപ്പോൾ എന്താ പറയുക, ഒന്നും പറയാറായിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 6 മാസമെങ്കിലും ആകും, ശുഭപ്രതീക്ഷയൊന്നും വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയണ്. അയ്യോ, അങ്ങനെ പറയരുത് ഡോക്ടറെ, അവൻ കേൾക്കച്ച അങ്ങനെ പറയരുത്, അവൻ്റെ എല്ലാ പ്രതീക്ഷയും പോകും എന്നിങ്ങനെ പറയില്ലടോ. അവൻ കേൾക്കച്ച ഞാനൊന്നും പറയില്ല എന്നിങ്ങനെ പറയണം. ഞാനൊരു പ്രതീക്ഷ പറഞ്ഞ ചെറുപ്പത്തിൽ കൊടുത്ത മരുന്നൊന്നും അവൻ്റെ മേത്തായിട്ടില്ലല്ലോ, എല്ലാം കള്ളത്തരത്തിലാണല്ലോ അവർ ചെയ്തത്, അതുകൊണ്ടാണ് ഒരു പ്രതീക്ഷ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴല്ലേ മരുന്ന് തുടങ്ങിയത്, അതുപോലെ ഇവിടെ കിടത്തി ചികിത്സിക്കും വേണം, അവൻ്റെ വീട്ടിൽ മരുന്ന് കൊടുത്തയക്കാൻ പറ്റൂല, അതാണല്ലോ കണ്ടീഷൻ വെച്ചിരിക്കണം മഹാലക്ഷ്മിയും എല്ലാവരും എന്നിങ്ങനെ പറയണം. അനന്ത് പറയണം, ഇപ്പോൾ കിടത്തി ചികിത്സിക്കാൻ വന്നല്ലോ സാറേ, ഇനിയും വരും, ഞങ്ങൾ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അനന്തുവിനെ കൊണ്ടുവരാം, ഏത് സമയത്ത് പറഞ്ഞാലും കൊണ്ടുവരാം എന്നിങ്ങനെ ഡോക്ടറോട് അനന്തു ധൈര്യം കൊടുക്കണം കേട്ടോ. അതേസമയം തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കണ്ണൻ്റെ വിരലുകൾ ഇങ്ങനെ അനങ്ങുകയാണ് കേട്ടോ. കണ്ണനാകെ അതിശയിച്ച് പോവുകയാണ്, കാൽവിരലുകൾ ഇങ്ങനെ അനങ്ങിയിട്ട് കണ്ണന് സ്പർശന സുഖമൊക്കെ കിട്ടിയിട്ട് കണ്ണനാകെ ഒരു പുതിയ ജീവിതത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് നമുക്കിന്ന് എപ്പിസോഡിൽ നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. എല്ലാവർക്കും വൈകുന്നേരത്തെ മെഗാ എപ്പിസോഡിന് കാത്തിരിക്കാം.